കരയുന്നെന്തിനാ പല്ലവി? എന്ത് സംഭവിച്ചു? സഞ്ജീവ് എന്റെ കൂടെ സന്തോഷവാനല്ലേ? എന്റെ കൂടെയും അമ്മുവിന്റെ കൂടെയും നിങ്ങൾ ഹാപ്പി അല്ലേ? അങ്ങനെയൊന്നും ഇല്ല പല്ലവി. അല്ല, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്. സത്യം പറയൂ. ഞാൻ സത്യത്തിൽ വളരെ ഹാപ്പിയാണ്. വെറുതെ ഓരോന്ന് ആലോചിക്കാതെ പോയി കിടന്നുറങ്ങ്. കറണ്ട് ഷോക്കിനെ കുറിച്ചൊക്കെ എന്തിനാ ആലോചിച്ച? ഞങ്ങളെ കുറിച്ചൊന്നും ഓർത്തില്ലല്ലേ? അത് ഞങ്ങളെക്കാളും പാസ്റ്റ് ആണോ മുഖ്യം? അങ്ങനെയൊന്നും ഇല്ല പല്ലവി. പിന്നെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു ടെൻഷനിൽ പറഞ്ഞതാ. ഇനിയും അതിനെ വിട്ടേക്ക്. പല്ലവി, പല്ലവി, അതല്ലേ ഞാൻ സോറി പറഞ്ഞു. ഇനി ഒരിക്കലും ഇതുപോലെ വേണ്ടാത്തൊന്നും ആലോചിക്കില്ലല്ലോ. ഞാൻ വിശ്വസിക്കില്ല. പ്രോമിസ് ചെയ്തേ, ഇനി ഒരിക്കലും എന്റെ അടുത്ത് ഒന്നും മറച്ചു വെക്കില്ലെന്ന്. എന്താ അത് പല്ലവി? ചെറിയ കുട്ടികളെ പോലെ. ഓക്കെ, പ്രോമിസ്. ഇനി ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല. നിന്നോടൊന്നും ഒളിക്കുകയില്ല. വീഴുമോളെ, കണ്ടില്ലേ ഞാൻ പറഞ്ഞ? സജീവ്, സജീവ്, സജീവ് ഇവിടെ നോക്ക. സജീവ്, ഒന്നുമില്ല. നോക്ക, റിലാക്സ്. സാറേ ചായ. ചേട്ടാ പത്രം. എന്താ അനിയ ഇന്നലെ പത്രം ഇട്ടതേ ഇല്ലല്ലോ? ആര് പറഞ്ഞു? ചേച്ചിയുടെ അടുത്ത് കൊടുത്തല്ലേ? എന്തിനാടാ കള്ളം പറയുന്നത്? ഇങ്ങതാ, ഇതൊന്നും പോയി ചേച്ചിയോട് പറയല്ലേ. ഞാനൊന്നും പറയല്ലേ ചേട്ടാ. നമ്മുടെ കമറുദ്ദീൻ ഭായിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സാറേ, IG സാറും ഫംഗ്ഷന് വരാന്ന് ഏറ്റിരിക്കുക. വെരി ഗുഡ്. സാറേ ഇതില് രണ്ടാമത്തെ വീടാ. ഓഗസ്റ്റ് 12-ാം തീയതി വൈറ്റിലെ ബസ് സ്റ്റോപ്പിന് അടുത്ത് വെച്ച ഒരു കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. അതിനെക്കുറിച്ച് നിനക്കെന്തെങ്കിലും അറിയോ? അറിയില്ല സർ. അതിരാവിലെ പേപ്പർ ഇടുന്നത് നീയല്ലേ? സംശയിക്കുന്ന രീതിയിൽ ആരെങ്കിലും കണ്ടോ അവിടെ? അതെ സാറേ, ഒരുത്തൊരു വലിയ നായമായിട്ട് വന്നു. അപ്പൊ താഴെ വീണപ്പോഴായി മുറിവേ. നിനക്ക് വീണ്ടും അവനെ കണ്ട തിരിച്ചറിയാൻ കഴിയോ? കഴിയും സാറേ. എന്നാ വന്ന് പോലീസ് സ്റ്റേഷനിൽ പറ. കഴിയില്ല സാറേ. എടാ ഇപ്പോഴല്ലേ കഴിയുമെന്ന് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വരില്ല സാറേ. ഓൾറെഡി ഞാൻ 4 ദിവസം ലീവില്ല. നീ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നിനക്ക് 1000 രൂപ തരാടേ. 2000 തരികയാണെങ്കിൽ വരാം സാറേ. ശരി, വാ വാ. ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ണ്, മൂക്ക്, ഹെയർ സ്റ്റൈലൊക്കെ കാണിക്കാം. ഏത് കറക്റ്റ് ആവുന്ന നീ പറ. കണ്ണെങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയാണോ? അല്ല സാറേ. അതോ ഇങ്ങനെയോ? ഇതല്ല സാറേ. ഇത് നോക്കിക്കേ. അല്ല, കണ്ണടയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതെയോ? കണ്ണടിയോ? ആ. എന്നാ കണ്ണടകൾ കാണിക്കാം. അതിലേതാ മാച്ച് ആവണമെന്ന് പറ. ശരി സാറേ. ഇത് കണ്ട? പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, നല്ലോണം ആലോചിച്ച് പറ. ഹലോ. ആ നമസ്കാരം മാഡം. ആ സാർ ഇവിടെ ഉണ്ട്. ആ കൊടുക്കാം. അല്ല സാറേ. സാറേ മാഡം ലൈനിലുണ്ട്. അത് ആ പറയൂ. ഇങ്ങനെ ഉണ്ടാവോ? അത് ചാർജ് പോയി. ശരി, എന്താന്ന് പറ. ഞാൻ ഹെയർ സ്റ്റൈൽസ് കാണിക്കട്ടെ.
മുടി കുറച്ച് മുകളിലേക്ക് നീ തെളിച്ച് പറ. അതെ എന്ത് ഇപ്പൊ അവരൊക്കെ വളരെ അത്യാവശ്യമാണോ? ഇതോ ചെവി ഇങ്ങനെ വരുമോ? അല്ല അല്ല കുറച്ച് ചെറുതാ. ഇത് നോക്ക്, ഇങ്ങനെയാ. ഓക്കെ ഈ- ഓക്കെ അപ്പൊ ഇനി ഇതോ അല്ല സാറേ കുറച്ചും കൂടെ ഇത് വേണ്ട. ശരിയെന്ന് പറഞ്ഞില്ലേ ദേവി? ശരി, അപ്പൊ ഇതിന് പുരുഷന്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിക്കാം, തട്കല്ല് ചെയ്യിക്കാം. ഓക്കെ കറുത്തിട്ടാ. പിന്നെ ഇതോ അല്ല സാറേ കുറച്ചും കൂടെ കറുത്തിട്ട്. എല്ലാവർക്കും നോൺ വെജ് അല്ലേ? 6 നോൺ വെജ് എഴുതി സാറേ. എന്നാ പിന്നെ ഇത് നോക്ക്. ആ ഇത് മാച്ച് ആവുന്നുണ്ടോ? ഇത് ഓക്കെ സാറേ, കൺഫേം? കൺഫേം സാറേ. അമ്മു ഫോൺ മതിയാക്കിയിട്ട് വല്ലതും എഴുതാൻ നോക്ക്. 5 minutes. ശരി, വേഗം ആവട്ടെ. അമ്മമ്മേ ഡാ, എത്ര തവണ ഞാൻ വിളിച്ചു? നീ വിളിച്ചിരുന്നു. നീ ഇതൊന്ന് നോക്കി. സ്വിച്ച് ഓഫ് ആയതാടാ. അമ്മു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ? പോയി ഹോംവർക്ക്. അമ്മമ്മേ ചേട്ടൻ ഇപ്പഴാ വന്നേ? ഇപ്പൊ തന്നെ. ആഹാ. എന്താ ചെയ്യുന്നേ? അല്ല ഇത് ആ എമർജൻസി പീരീഡില് അവന്റെ ഏതോ പുതിയ ആർട്ടിക്കിളാ, അത് വായിക്കായിരുന്നു. ആണോ? ഞാൻ ചായ എടുക്കട്ടെ? ശരി. വേണ്ട പല്ലവി, ഞങ്ങള് പുറത്ത് കുടിച്ചോളാം. ആരാ ഇദ്ദേഹം? അദ്ദേഹത്തിന്റെ പേര് അശ്വത്ഥാമൻ എന്നാ. 1977 നടന്ന ഒരു ബോംബ് ബ്ലാസ്റ്റ് കേസിലെ പ്രതിയാ. ബാക്കി അതിൽ എന്ത് എഴുതിയിരിക്കുന്നോ അതേ എനിക്കറിയാം. നിന്റെ പാസ്റ്റിനും അദ്ദേഹത്തിന് എന്തെങ്കിലും സംബന്ധം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേർക്ക് എന്തെങ്കിലും സംബന്ധം ഉണ്ടെങ്കിലോ? ഒരു പ്രാവശ്യം നമുക്ക് ആ റൈറ്ററെ പോയി കാണാം. മേ ബി അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കാലോ. പല്ലവി, നിന്നെ വിഷമിപ്പിക്കാനല്ല. എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ പാസ്റ്റിനെക്കാളും ഫ്യൂച്ചറാണ് പ്രധാനമെന്ന്. എന്നാൽ എന്റെ സിറ്റുവേഷൻ നീ മനസ്സിലാക്കണം. അത് ആരാണെന്ന് അറിയില്ല, പക്ഷെ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ട്. ഇപ്പൊ ഞാനിത് ഇങ്ങനെ വിട്ടാൽ ലൈഫ് ലോങ് ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തെ അന്വേഷിച്ചിരുന്നെങ്കിൽ എന്റെ പാസ്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റുമെന്ന് വിചാരിച്ചു.